നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കൃഷ്ണമോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുമ്പോ അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണമോൾ പറഞ്ഞു, അതെ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അലീന പറഞ്ഞു, അവിടെ ചെന്നിട്ട് വിളിക്കണം, എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് വിളിക്കണമെന്ന് പറയാം. അലീനയ്ക്ക് നല്ല ടെൻഷനാണ്. കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് വിളിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൃഷ്ണ അങ്ങോട്ട് രോഹിത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നേ. ഈ സമയത്ത് രോഹിത്ത് മനസ്സിൽ പറഞ്ഞു, അതിന് ഇനിയിപ്പം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കിട്ടാനൊന്നും പോകുന്നൊന്നുമില്ല. അത് മാത്രമല്ല ഇനി ഞങ്ങൾ വരുമ്പോൾ നീ ഇവിടെ കാണത്തുമില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടാണ് രോഹിത് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. പോകുന്ന സമയത്ത് ഹരിശങ്കറിനെ ഒന്ന് കണ്ണു കാണിച്ചു, എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അതേ സമയത്ത് അലീന അടുക്കളയിലേക്ക് പോന്നു. കുറച്ച് ജോലികളൊക്കെ ബാക്കിയുണ്ട്, അത് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്താണ് ഹരിശങ്കറും കമലയും ബബിതയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നേ. ഹരിശങ്കർ വന്നിട്ട് പറഞ്ഞു, അതെ നീ നിന്റെ ഭാഗം പെട്ടിയും പ്രമാണവും എല്ലാം എടുത്തിട്ട് ഇപ്പോഴീ നിമിഷം ഇവിടെ ഇറങ്ങണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ അലീന ചോദിച്ചു, എങ്ങോട്ട്? എങ്ങോട്ടാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എങ്ങോട്ടാണെങ്കിലും പോയിക്കോണം, ഇനി ഇവിടെ നിന്നെ കണ്ടേക്കരുതെന്ന് പറയണം. അലീന പറഞ്ഞു, അതൊക്കെ പറയാൻ നീ ആരടാ? നിന്റെ ഭരണവും കാര്യങ്ങളൊക്കെ അങ്ങ് കൊല്ലപ്പള്ളി വീട്ടിൽ മതി, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കമല പറഞ്ഞു, ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? എന്റെ മോനോട് നീ കൽപ്പിക്കുന്നോടി. അതെ അത് തന്നെയാ. നേരത്തെ ആണെങ്കിൽ അലീനയ്ക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തന്റെ അച്ഛൻ തന്നോടൊപ്പം ഉണ്ട്, പിന്നെ താനെന്തിനാ ഭയക്കണേ? അത് കൊല്ലപ്പള്ളിക്കാർ ഇവിടെ വന്ന് അധികാരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ബബിത പറഞ്ഞു, ഇവര് പറയുന്നത് നീ അനുസരിച്ചാ മതി എന്ന് പറയാ. അതെ ബബിതെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അച്ഛൻ വന്നിട്ടുണ്ടേ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, അതുകൊണ്ട് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ? ഇത് കേട്ടപ്പോ ഹരിശങ്കർ പറഞ്ഞു, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം അല്ലേ, നിന്നെ കാണിച്ച ആരാടിന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അലീന ഉണ്ടായിരുന്നു കിടന്നിരുന്ന ആ മുറിയിലേക്ക് അങ്ങനെ ചെന്നു. അലീനയുടെ ഭാഗം എല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വിടണം. ഇറങ്ങിപ്പോയിക്കോണം, ഇനി ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറയണം. അപ്പോഴേക്കും അലീന വന്നിട്ട് ഹരിശങ്കരോട് പറഞ്ഞു, എടുത്തു വെക്ക, എന്റെ അടുത്തെറിഞ്ഞ സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് എടുത്തു വെച്ചോണെന്ന് പറയാ. എടുത്തു വെച്ചില്ല നീ എന്ത് ജോഡിയെന്നും പറഞ്ഞോണ്ട് അലീനെ അങ്ങോട്ട് തല്ലാനായിട്ട് വന്നു. കൈ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പത്തിനും അലീനെ അവിടെ പിടിച്ചൊരു തള്ളു തള്ളി. അവനങ്ങോട്ട് വീണു. അവന് ദേഷ്യമായി. ആ സമയത്ത് കമലയും ഭവിതയൊക്കെ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. എന്റെ ദേഹത്തോടാൻ വന്നാണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. നീ എന്ത് ചെയ്യൂടിയെന്നും പറഞ്ഞോണ്ട് അവനങ്ങ് ചാടി എഴുന്നേറ്റു. ഹരിശങ്കർ, നിന്നെ കാണിച്ചാരാടി എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അവളെ വീണ്ടും അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അടിക്കാൻ ചെന്ന് കയ്യെല്ലാം കൂടെ പിടിച്ചു. അലീന ആ കൈ അങ്ങോട്ട് കുതിരിച്ച് അങ്ങോട്ട് വെട്ടിമാറ്റി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി കിടക്കുന്നുണ്ട്. ആ കുപ്പി എടുത്ത് ആ ജനലിട്ട് ഒറ്റ അടിയായിരുന്നു, അത് പൊട്ടി 4 പീസായി. അതിൻ്റെ ഒരു പീസും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നാണ്ടല്ലോ ഇതേ കുത്തിക്കയറ്റും, പിന്നെ ഞാനൊന്നും നോക്കത്തില്ല എന്ന് പറയണം. ഒരു നിമിഷം ഞെട്ടിപ്പോയി കമലയും ഭവിതയും അവരൊക്കെ. കാരണം അറിയാം അലീന പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാന്നുള്ള കാര്യം അറിയാം. ദൈവമേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഹരിശങ്കറിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് പൊയ്ക്കോ, അതാ നിനക്കൊക്കെ നല്ലത്, അല്ലാതെ എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാണ്ടല്ലോ അറിയാലോ, നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയാലോ. ഒരു തവണ നീ രക്ഷപ്പെട്ടു, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഹരി, നീ അത് മനസ്സിൽ കുറിച്ചിട്ടോ. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നീ ലോക്കപ്പിൽ കിടന്നേരം. പിന്നെ നിനക്ക് ഈ അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. നിനക്ക് ഞാനൊരു ഫേവർ തന്നു കരുതി എപ്പോഴും അത് ഉണ്ടാവും നീ വിചാരിക്കണ്ട. ആ സമയം കമലോ, നീ എന്താടി പറഞ്ഞ? മക്കളെ വളർത്തണം, മര്യാദയ്ക്ക് വളർത്തണം, അല്ലാതെ ഇങ്ങനെ താന്തോന്നികളായിട്ടല്ലെന്ന് പറയണം. കമലയ്ക്കും പേടിയായിപ്പോയി. ദൈവം ഇവള് ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്താ പണി കിട്ടൂലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. ആ സമയം ഹരിയെ കമല വിളിച്ചു, നീ ഇങ്ങോട്ട് വരാൻ പറയണം. ബബിതയും കമല ഹരിയും കൂടെ അങ്ങോട്ട് മാറിപ്പോയി. കമലോട്, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നില്ല. അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, ഇപ്പൊ തന്നെ ചിലപ്പോ ശിവേട്ടനൊക്കെ വരുമായിരിക്കും. നീ ഒന്ന് സമാധാനപ്പെട, നമുക്ക് നോക്കാം. ശിവേട്ടനൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടാന്ന് പറയണേ. ഇനിയിപ്പോ ഇവള് പോയില്ലെങ്കിൽ ഇവളെ പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൃഷ്ണമോളയും കൊണ്ട് രോഹിത് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് കൃഷ്ണയെ ഇറക്കിയിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നേക്കാന്ന് പറയണം. അല്ല രോഹിതണ്ണ ഇത് എവിടെ പോവാ? ഞാനിപ്പോ തന്നെ വരാം. അല്ല അമ്മയെ രോഹിതണ്ണ കാണണ്ടേ? ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങോട്ട് പോയി. കാരണം രോഹിതനറിയാം അച്ഛന്റെ മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ശരിയാകത്തില്ലെന്നുള്ള കാര്യം. കൃഷ്ണമോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ മനുശങ്കറും ഉണ്ടായിരുന്നു. കൃഷ്ണമോൾ ചെന്നപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, മോളോ നീ എങ്ങനെയാ വന്നേന്ന് ചോദിക്കാം. എന്നെ രോഹിത്തേണ്ണ ഇവിടെ കൊണ്ടുവന്നേ, എന്നിട്ട് അവനെന്തിയെ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയെന്ന് പറയണ. അല്ല അലേനിയോ? അലേനി ചേച്ചി വീട്ടിലുണ്ട്, പിന്നെ കമൽ ആന്റിയും ഹരിയണ്ണൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രനൊരു സംശയം, അവരൊക്കെ വന്നിട്ടുണ്ട് എന്തിനാ?
വെറുതെ വന്നാന്ന് തോന്നേ. എന്നിട്ട് അലീന എന്തിയേ? അലീന ചേച്ചി അവിടെ ഉണ്ടെന്ന് പറയാം. നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ വന്നാലും അമ്മയെ കാണാൻ പറ്റില്ലെന്ന് അറിയാലോ. അല്ല, അമ്മയെ കാണാൻ പറ്റുമെന്നാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? രോഹിത്തേട്ടൻ പറഞ്ഞല്ലോ, അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്പൊ വരുവാണെ കാണാൻ പറ്റൂന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അപകടം മണുത്തു ബാലേന്ദ്രന്റെ. എന്തോ പ്ലാനുകളും പദ്ധതികളും ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ശിവശങ്കരനും രാജീവനും പോയിട്ടുണ്ടായിരുന്നു. അവരെ അവിടെ കാണുന്നില്ലായിരുന്നു. അവരെങ്ങോട്ട് പോയെന്ന് അറിയില്ലായിരുന്നു. ഒന്നും പറയാതെ പോയത്. അവര് നേരെ കടപ്പാട്ട് വീട്ടിലേക്കാണ് പോയത്. ഈ സമയത്ത് ബാലേന്ദ്രൻ മനുഷ്യങ്ങളോട് മനു, നീ ഒരു കാര്യം ചെയ്യുക, അലീനെ അവിടെ തനിച്ചിരുത്തണ്ട, അലീനയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം. മനുഷ്യങ്കർ പറഞ്ഞു, ശരിയെങ്കിലേ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ. കാരണം കൃഷ്ണമോളും കൂടെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് എന്തോ ഒരു പന്തികേട് തോന്നി. അങ്ങനെ മനുഷ്യങ്കർ അലീനയെ കൂട്ടാനായിട്ട് അങ്ങോട്ട് പോവാനായിട്ട് ഒരുങ്ങുവാണ്. ഇതേ സമയത്ത് ശിവശങ്കരനും രാജീവനും ഒക്കെ കടപ്പാട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ കമലയൊക്കെ അവിടെ ഉണ്ട്. കമലയോട് കാര്യം തിരക്കിയപ്പോൾ കമല ഉള്ള കാര്യം പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ പേടിക്കേണ്ട കമലെ, ധൈര്യമായിട്ടിരിക്കുക, എന്ത് വേണം ഞങ്ങൾക്കറിയാന്ന് പറയണ. രാജീവൻ പറഞ്ഞു, അവളുടെ പൂർത്തി ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന അവിടെ നിൽക്കുന്നുണ്ട്. അലീനയുടെ അടുത്ത് നിന്നിട്ട് രാജീവ് പറഞ്ഞു, മര്യാദയാണ് മര്യാദ, ഇപ്പൊ ഈ നിമിഷം നീ ഇവിടുന്ന് പോയിക്കോണം, അല്ലെങ്കിലുണ്ടല്ലോ നിന്നെ എങ്ങനെ പിടിച്ച് പുറത്താക്കണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ആ സമയത്ത് അലീനൊന്നും മിണ്ടിയില്ല. നിന്നോടല്ലേടി പറഞ്ഞേ, നീ ഒറ്റ ഒരുത്തി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. ഒരു പ്രശ്നമില്ലായിരുന്ന വൈജയായിരുന്നു. വൈജയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം നീയാണ്. ഇനിയിപ്പൊ വൈജ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോന്ന് പോലും അറിയത്തില്ല. ഞങ്ങളുടെ വൈജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ നിന്നെ ഞങ്ങൾ ജീവനോടെ വെച്ചേക്കില്ല. ഈ ശിവശങ്കരനും അതോടൊപ്പം രാജീവനൊക്കെ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. കൊല്ലപ്പള്ളിക്കാരുടെ പവർ എന്താ നീ കാണാൻ പോകുന്നുള്ളൂ. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ട് പറയാണ്. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അലീനയെ വേദനിപ്പിച്ച അവരുടെ വാക്കുകളായിരുന്നില്ല, മറിച്ച് തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്തയായിരുന്നു. താൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് അലീനയ്ക്ക് പെട്ടെന്ന് തോന്നുവാണ്. താൻ വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞു നീ കേട്ടില്ലേടി, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞേ. അങ്ങനെയൊക്കെ പറഞ്ഞ് അലീനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അലീന പറഞ്ഞിട്ട് ദേഹത്ത് തൊട്ടു പോയേക്കല്ലെന്ന് പറഞ്ഞു. പിന്നീട് അലീന അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കാരണം അലീനയ്ക്ക് മനസ്സിലായി ഇവരുടെ മുന്നിൽ തനിക്ക് ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, ഇത്രയും പേരുണ്ട്. എന്ത് വേണമെന്ന് അലീന ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അലീന ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അവിടെ കിടന്ന് തന്റെ ബാഗൊക്കെ എടുത്തു. ബാഗൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ രാജീവനും ശിവശങ്കരനും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇവള് പോയത് തന്നെയാ, ഇനി ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല, സമാധാനമായി എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അലീനയുടെ മനസ്സിലെ ചിന്ത അതായിരുന്നില്ല. കാരണം അലീന ചില തീരുമാനങ്ങൾ എടുത്തു. ഹോസ്പിറ്റലിൽ പോകണം, എങ്ങനെയാണെന്ന് അറിയണം, പിന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം എങ്ങോട്ടെങ്കിലും പോവാനായിട്ട്. ഇനി താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട, അച്ഛനോട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് അലീന പോകുന്നത്. അലീന പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നേ. മനുശങ്കർ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും തന്റെ അച്ഛന്റെ കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതെന്താ ഇവരെല്ലാരും കൂടി ഇവിടെ എന്ന് ഓർത്തു. പെട്ടെന്ന് എന്തോ ഒരു ആശങ്ക തോന്നി മനുശങ്കറിന്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഭവിത അവരെല്ലാവരും ഉണ്ട് അവിടെ. ആ സമയത്ത് ശിവശങ്കരനെ രാജീവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനു ചോദിച്ചു, അല്ല അച്ഛനും ഇളയച്ചനും എപ്പോഴും ഇങ്ങോട്ടേക്ക് പോന്നേന്ന് ചോദിക്കാം. ആ ഞങ്ങൾ ഇത്തിരി സമയമായി. അല്ല നിങ്ങൾ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ? ഓ ഇവിടെ അവിടെ ഇനിയിപ്പോ എല്ലാരും നിന്നിട്ട് കാര്യമൊന്നുമില്ലോ, കാണാനൊന്നും പറ്റത്തില്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നാന്ന് പറയണം. എന്തോ ഒരു പന്തികോട് തോന്നി മനുശങ്കറിന്. പെട്ടെന്ന് മനുശങ്കർ ചോദിച്ചു, അല്ല അലീന ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. പരസ്പരം അവർ നോക്കി. അല്ല നിങ്ങളോടാ ചോദിച്ചേ, അലീന ഇവിടെ ഇല്ലേന്ന്. കമല പറഞ്ഞു, അവള് പോയെന്ന് പറഞ്ഞു. പോയെന്ന് എങ്ങോട്ട്? ശിവശങ്കരൻ പറഞ്ഞു, എങ്ങോട്ടാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ വന്നപ്പോഴത്തേനും അവള് പോയെന്ന് പറയണം. അച്ഛാ വെറുതെ കള്ളത്തരം പറയരുത്, അലീന എങ്ങോട്ടാ പോയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. അലീന എവിടെയെങ്കിലും പോയി എന്തേലും സംഭവിച്ചിട്ടുണ്ടോ, പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയണം. മനുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പെട്ടെന്ന് ശിവശങ്കരന്റെ അന്താളിപ്പോട് ചോദിച്ചു, നീ എന്തൊക്കെയാടാ വിളിച്ചു പറയണേ? പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ മാത്രമല്ല, അങ്കിളുടെ കാര്യം അറിയാലോ, ബാലേന്ദ്രൻ അങ്കിളുടെ കാര്യം അറിയാലോ. അങ്കിള് നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവളെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാന്ന് മനസ്സിലായി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട്, അതിന് ഉത്തരവാദിത്തം നിങ്ങൾ പറയണം. പിന്നെ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങള്, ശരിക്കും നിങ്ങൾക്കിട്ട് പണി കിട്ടുക തന്നെ ചെയ്യൂന്ന് പറയണം. അത് കേട്ടപ്പോ കമല പറഞ്ഞു, ദേ മനു, നീ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറഞ്ഞു ഉണ്ടാക്കണ്ടെന്ന് പറയണം. ദേ അമ്മയുടെ സ്വഭാവം, ഈ നിൽക്കുന്ന ഹരിയുടെ എല്ലാവരുടെ സ്വഭാവം ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം, അതുകൊണ്ടാ പറയണത്. മര്യാദയ്ക്ക് അലീന എവിടെയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രാജുവും പറഞ്ഞു, അവളെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെന്നോ? എങ്ങോട്ടാന്ന് അറിയത്തില്ല, അവൾ അവളുടെ വായൊക്കെ കെട്ടിപ്പെറുക്കി പോയെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്കിൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? പെങ്ങൾ അവിടെ സീരിയസ് ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. ആ സമയത്ത് അലീനെ ഇറക്കി വിടാൻ വന്നിരിക്കുന്നു.
നിങ്ങൾക്കാണോ സ്വന്തം ചോരയോട് സ്നേഹമുണ്ടെന്ന് പറയുന്നേ? അത് കേട്ടപ്പം രാജീവൻ പറഞ്ഞു, പിന്നെ അവള് കാരണമല്ലേ വൈജയ്ക്ക് ഇങ്ങനെ ആപത്തുണ്ടായത്. അവള് കാരണം ആപത്തുണ്ടായ പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താൻ നോക്കിയോ, ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് തന്നെ പണി കിട്ടുമെന്ന് പറയണം. അതും പറഞ്ഞ് മനു അങ്ങോട്ട് പെട്ടെന്ന് പോയി. മനുവിന് ടെൻഷനായി. എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും എന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇനി എറണാകുളത്തിലേക്കാണോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷെ ആ സമയം അലീന പോയത് ഹോസ്പിറ്റലിലേക്കാണ്. പോകുന്നതിന് മുമ്പ് ബാലേന്ദ്രനെ കണ്ട് യാത്ര പറയണം, ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചതിനെ അങ്ങോട്ട് പോകുന്നേ. ഈ സമയത്ത് കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛ എനിക്ക് അമ്മയൊന്ന് കയറി കാണണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ അത് അങ്ങനെ കയറി കാണാൻ പറ്റില്ല, നോക്കട്ടെ എന്ന് പറയണം. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഡോക്ടർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഡോക്ടറോട് ബാലേന്ദ്രൻ കാര്യങ്ങൾ തിരക്കുവാണ്. ഒടുവിൽ കൃഷ്ണമോൾക്ക് കയറി കാണാനുള്ള പെർമിഷൻ കിട്ടുക. അങ്ങനെ കൃഷ്ണമോള് ബൈജിയെ കാണാനായിട്ട് അങ്ങോട്ട് കയറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് സഹിച്ചില്ല. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത്ര ദയനീയമായൊരു കാഴ്ചയായിരുന്നത്. കൃഷ്ണമോൾ ഇങ്ങനെ അവിടെ നിന്ന് കരയുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, കരയാനല്ലേ പറ്റുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലീന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അലീന ബാലേന്ദ്രനെ കാണാനായിട്ടാണ് വരുന്നത്. അങ്ങനെ ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അലീനയോട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീനയുള്ള സത്യാവസ്ഥകളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന, അതുകൊണ്ടാണ് ഞാൻ മനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറയണം. ആ സമയത്ത് അലീന പറഞ്ഞു, ഇനി എന്താണേലും ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല അച്ഛാ, ഞാൻ പോയിക്കോളാന്ന് പറയണം. എങ്ങോട്ട് പോവാനായിട്ട്? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഇപ്പൊ തൽക്കാലത്തേക്ക് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോളാം. പിന്നെ അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. അത് കേട്ടപ്പോ ബാലേന്ദ്രന് ഭയങ്കര വിഷമായി. ബാലേന്ദ്രൻ പറഞ്ഞു, നിന്റെ മനസ്സിൽ അങ്ങനെയല്ലേ, ഇങ്ങനെ ഒരു ഘട്ടം വന്നു കഴിയുമ്പോഴത്തേനും നീ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോവല്ലേ, പോയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നെ നീ തിരിച്ചു വന്നേക്കരുത്. അച്ഛനുണ്ട്, അനുജത്തിയുണ്ട്, അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ തിരിച്ചു വന്നേക്കരുതെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വിഷമമായി പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി എന്താണെങ്കിലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അലീനയാണ് വൈജയെ നോക്കാനായിട്ട് പോകുന്നത്. ഒടുവില് ആ ശപിച്ച നാവ് കൊണ്ട് തന്നെ നല്ല വാർത്ത, അല്ലെങ്കിൽ അലീനയെ കുറിച്ച് നല്ല കാര്യങ്ങൾ വൈജയ്ക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.